മൊഡ്യൂൾ 2 തിയറി പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 2 തിയറി പോർഷൻസിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് എൻവയോൺമെൻറ്റൽ എത്തിക്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻസും നാച്ചുറൽ വേൾഡും തമ്മിലുള്ള ആ ഒരു മോറൽ റിലേഷൻഷിപ്പ്. ആൻഡ് ഇറ്റ് ക്വസ്റ്റ്യൻസ് ഹ്യൂമൻസ് എങ്ങനെയാണ് നേച്ചറിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും ബാക്കിയുള്ള ലിവിങ് ബീയിങ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതുമാണ് എൻവയോൺമെൻറ്റൽ എത്തിക്സിനകത്ത് വരുന്നത്. ലിറ്ററേച്ചറും എൻവയോൺമെൻറ്റൽ എത്തിക്സുമായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ ലിറ്ററേച്ചർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എത്തിക്കൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ടുവേർഡ്സ് നേച്ചർ, അത് റീഡേഴ്സിനെ ഇമോഷണലി എൻഗേജ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു എക്കോളജിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മൈൻഡിലും ഉണ്ടായിരിക്കണം. അത് ലിറ്ററേച്ചർ പറഞ്ഞു കൊടുക്കുന്നു. അതായത് എൻവയോൺമെൻറ്റൽ എത്തിക്സ് അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻസ് അവരുടെ ആക്ഷൻസ്, അവരുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എക്കോസിസ്റ്റത്തിനെയും സ്പീഷീസിനെയും പ്ലാനറ്റിനെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ലോങ് ടേം നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്നുള്ളതും ഹ്യൂമൻ ബീയിങ്സ് മനസ്സിലാക്കണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നേച്ചർ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സിന് മാത്രമുള്ള റിസോഴ്സ് അല്ലെന്നും നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസിനും അതിൽ വാല്യൂസും റൈറ്റ്സും ഉണ്ടെന്നും പഠിപ്പിച്ചു തരുന്നു എൻവയോൺമെൻറ്റൽ എത്തിക്സ്. ആന്ത്രോപ്പോസെൻട്രിസോ എക്കോസെൻട്രിസിസോ, ലിറ്ററേച്ചർ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേർഡ് തിങ്കിങ് ആണ് ആന്ത്രോപ്പോസെൻട്രിസം, എർത്ത് സെൻറ്റേർഡ് തിങ്കിങ് ആണ് എക്കോസെൻട്രിസം. അപ്പോൾ ആ ലിറ്ററേച്ചറിലൂടെ നമുക്കത് കോൺട്രാസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനും കൂടി സാധിക്കുന്നു. ഒരുപാട് ഓതേഴ്സ് നേച്ചറിനെ ഒരു ലിവിങ് പ്രസൻസ് ആയിട്ട് ലിറ്ററേച്ചറിലൂടെയും കാണിക്കുന്നു. വേർഡ്സ്വർത്ത് ആണെങ്കിലും പിന്നെന്താണ് എമേഴ്സൺ പോലെയുള്ള റൈറ്റേഴ്സ് ആണെങ്കിലും ലിറ്ററേച്ചറിന്, അതായത് നേച്ചറിനും എന്തുണ്ടെന്ന്, ഒരു ലൈഫ് ഫോഴ്സ്, നേച്ചറിനും ലിവിങ് ബീയിങ്സ് ലൈഫ് ഫോഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്നു. സോ അതും ലിറ്ററേച്ചറിലൂടെ സാധിക്കുന്നു. അതുവഴി ഹ്യൂമൻ ബീയിങ്സ് ഒരു എമ്പതി അല്ലെങ്കിൽ സിമ്പതി ഫീൽ ചെയ്യാനാണ്. സ്റ്റോറീസിലൂടെ നമുക്കൊരു എമ്പതി അല്ലെങ്കിൽ കമ്പാഷൻ കിട്ടുന്നു എൻവയോൺമെൻറ്റിനോട്. അപ്പോൾ റീഡേഴ്സിന് ഒരു എക്കോ കോൺഷ്യസ് ബിഹേവിയർ കിട്ടുന്നു. അതുപോലെ തന്നെ എല്ലാ ലൈഫ് ഫോംസും ഇന്റർഡിപ്പെൻഡൻ്റ് ആണെന്നും ലിറ്ററേച്ചർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഹാർമണിയിലൂടെയും ബാലൻസിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ചില ലിറ്റററി വർക്ക്സിനകത്ത് ഇൻഡസ്ട്രിയലിസം, ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തും എഴുതുന്നുണ്ട്. അതായത് എൻവയോൺമെൻറ്റൽ ഹാം എങ്ങനെയാണ് ഓരോ ജീവജാലങ്ങളെയും ബാധിക്കുന്നതെന്നുള്ളതും നമുക്ക് ലിറ്ററേച്ചറിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡിജീനിയസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. അതിനകത്ത് ട്രൈബൽ ലിറ്ററേച്ചർ അതൊക്കെ വരുന്നതാണ്. ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ലൈഫ്, ഫോറസ്റ്റ് ലൈഫ് എങ്ങനെ വരുന്നു എന്നും. അപ്പോൾ അതിനകത്ത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എക്കോളജിക്കൽ നോളജ് കിട്ടുന്നുണ്ട്. എങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്യാം, റെസ്പെക്ട് ചെയ്യാം എന്നുള്ളത് ഫ്രം ദി ലൈഫ്സ് ഓഫ് ദി ട്രൈബൽ പീപ്പിൾ നമുക്ക് കിട്ടുന്നുണ്ട്. റൈറ്റേഴ്സും അതുപോലെ തന്നെ എക്കോളജിക്കൽ ക്രൈസിസിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ഇമേജറി, റിവേഴ്സിനെയും ഫോറസ്റ്റിനെയും മൗണ്ടൻസിനെയൊക്കെ ഒരു മോറൽ ആൻഡ് സ്പിരിച്വൽ മീനിങ് ആണ് ലിറ്ററേച്ചർ ക്യാരി ചെയ്യുന്നത്. എക്കോ ഫെമിനിസം എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമനും എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചറും എങ്ങനെയാണ് ലിങ്ക്ഡ് ആവുന്നതെന്നുള്ളത്. പിന്നെ ഡീപ്പ് എക്കോളജിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാ ലൈഫിനും ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ളൊരു വർത്ത് ഉണ്ട് എന്നുള്ളതാണ് ഡീപ്പ് എക്കോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ആനിമൽ കോൺഷ്യസ്നെസ് ഉള്ള ലിറ്ററേച്ചർ ഇറങ്ങുന്നുണ്ട്. അതായത് എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത്. ലൈഫ് ഓഫ് പൈ എന്നുള്ള ആ ഒരു ഫിലിമൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ അതായത് ഹ്യൂമൻ ബീയിങ്സിനും ആനിമൽസിനും പാരലായിട്ട് പോകാം എന്നുള്ളതാണ് അതിനെ കാണിക്കുന്നത്. ലിറ്ററേച്ചർ ഓൾസോ ക്വസ്റ്റ്യൻസ് കൺസ്യൂമറിസ്റ്റ് ലൈഫ് സ്റ്റൈലിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹ്യൂമൻസിൻ്റെ ആനിമൽസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ എമ്പത്തറ്റിക്കലി കാണുന്ന രീതിയിലുള്ള വർക്ക്സും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ് ലിറ്ററേച്ചർ നമ്മുടെ കണക്ഷൻ പറയുന്നത്. ഇനി ആന്ത്രോപ്പൊസീനും ലിറ്ററേച്ചറും. ആന്ത്രോപ്പൊസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏജ് ഓഫ് ഹ്യൂമൻസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ജിയോളജിക്കൽ ഇറ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമ്പാക്റ്റോടുകൂടിയാണ് എർത്ത് പോകുന്നത് എന്നുള്ള രീതിയിൽ. ഈ ടേം കോയിൻ ചെയ്ത് പോൾ ക്രിറ്റ്സനും യുജീൻ സ്റ്റോമറുമാണ്. ഏർലി 2000 അതായത് ഹ്യൂമൻ ആക്ടിവിറ്റി എന്താണ് ജിയോളജിക്കൽ ഫോഴ്സിൽ അല്ലെങ്കിൽ എർത്തിൽ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച്. ഹ്യൂമൻ ആക്ഷൻസ് കാരണം എർത്ത് നശിക്കുന്നു. ഡിഫോറസ്റ്റേഷൻ, മൈനിങ്, പൊല്യൂഷൻ, അർബനൈസേഷൻ എല്ലാം എർത്തിൻ്റെ സിസ്റ്റത്തിനെ പെർമനൻ്റ് ആയിട്ട് ഓൾട്ടർ ചെയ്യുവാണ്. അപ്പം ഈ ഒരു ആന്ത്രോപ്പൊസീൻ ഇറയിലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് കാണിക്കുകയും അവരുടെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് കാണിക്കുകയാണ് ഈ ലിറ്ററേച്ചറിൽ അവർ ചെയ്യുന്നത്. റൈറ്റേഴ്സ് ലോക്കൽ നേച്ചർ റൈറ്റിങ്ങിൽ നിന്ന് ഗ്ലോബൽ അവയർനെസ്സിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്ലാനറ്റിനെ രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് എഴുതി പോകുന്നത് ഇപ്പോൾ എല്ലാവരും. നേച്ചറും കൾച്ചറും തമ്മിലുള്ള ബൗണ്ടറീസ് എല്ലാം പോയി ഹ്യൂമൻ ബീയിങ്സും നാച്ചുറൽ ഹിസ്റ്ററീസും എല്ലാം ഇൻ്റർട്വൈൻഡ് ആണെന്ന് കാണിക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും
പൊല്യൂഷനെ കുറിച്ചും ഒക്കെ അവർ എഴുതാൻ തുടങ്ങി. ക്ലൈമറ്റ് ഫിക്ഷൻ, ക്ലൈഫൈ എന്നുള്ളൊരു പുതിയ ജോണർ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് ക്ലൈമറ്റ് ക്രൈസിസിന് ശേഷം, ക്ലൈമറ്റ് ക്രൈസിസ് സംഭവിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കോർമാക് മെക്കാർത്തിയുടെ ദ റോഡ് എന്നുള്ളൊരു മൂവിയുണ്ട്. ഫ്ലൈറ്റ് ബിഹേവിയർ എന്നും പറഞ്ഞ് ബാർബറ കിങ്സ്ലോവറിൻ്റെ ഒരു വർക്കുണ്ട്. പിന്നെ ലിറ്ററേച്ചർ ഈ ഒരു ഹ്യൂമൻ ഫിയർ, ഗിൽറ്റ്, ഹെൽപ്ലെസ്നെസ് ഇതൊക്കെയാണ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ് അല്ല സുപ്പീരിയർ, എല്ലാ ആനിമൽസും എല്ലാ ലിവിങ് ബീങ്സും എർത്തിൽ ഈക്വൽ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ഹ്യൂമൻ ബീങ്സ് മറന്നു പോരുതെന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ദ ഗ്രേറ്റ് ഡീറേഞ്ച്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദി അൺതിങ്കബിൾ ബൈ അമിതാവ് ഘോഷ്. അതിനകത്ത് പാർട്ട് 1 to 4 ആണ് നമ്മൾ, സെക്ഷൻ 1 to 4 പാർട്ട് 1 നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അമിതാവ് ഘോഷ് ആരാണെന്ന് നമ്മൾക്ക് നോക്കണം. അതിനുശേഷം ഈ ബുക്ക് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം. അതിനകത്ത് നിന്ന് ഒരു 4 സെക്ഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അമിതാവ് ഘോഷ് കൽക്കട്ടയിലാണ് ജനിച്ചത്. പിന്നെ ഒരു അക്ലൈംഡ് ആയിട്ടുള്ള ഇന്ത്യൻ നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റും കൂടിയാണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ചും ഒക്കെ നടത്തിയിട്ടുണ്ട്. എൻവയോൺമെന്റൽ അവയർനെസ്സും ഒക്കെയാണ് ഇദ്ദേഹം വർക്ക്സിലൂടെ ചെയ്യുന്നത്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. മേജർ ഫിക്ഷൻ അല്ലെങ്കിൽ മേജർ നോവൽസ് എന്ന് പറയുന്നത് ദ സർക്കിൾ ഓഫ് റീസൺ, അത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ്, ഡെബ്യൂ നോവലാണ്. മൈഗ്രേഷനെ കുറിച്ചും ആളുകൾ വേറെ രാജ്യത്ത് പോയി താമസിക്കുന്ന ആ ഒരു തീമും ഐഡൻറ്റിറ്റിയെ കുറിച്ചും ഒക്കെയാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഷാഡോ ലൈൻസ് എന്നുള്ളതാണ് അടുത്ത വർക്ക് എന്ന് പറയുന്നത്. ഷാഡോ ലൈൻസിനകത്ത് മെമ്മറി, നാഷണലിസം, ഇത് നേഷൻസും പീപ്പിളും തമ്മിലുള്ള കണക്ഷനും ഒക്കെയാണ് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കൽക്കട്ട ക്രോമസോം, അതൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ് കേട്ടോ. പിന്നെ ഗ്ലാസ് പാലസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. പിന്നെ ഹംഗ്രി ടൈഡ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അത് ഹ്യൂമൻസും നേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ റിവർ ഓഫ് സ്മോക്ക് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. ഫ്ലഡ് ഓഫ് ഫയർ ഉണ്ട്. ഇതിങ്ങനത്തുള്ള വർക്ക് എന്ന് പറയുന്നത് നേച്ചറും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള കണക്ഷനെ കാണിക്കുന്ന വർക്ക്സ് ആണ്. നോൺ ഫിക്ഷണൽ വർക്ക്സും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇൻ ആൻഡ് ആൻറ്റീക് ലാൻഡ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ദ ഗ്രേറ്റ് ഡീറേഞ്ച്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദി അൺതിങ്കബിൾ. ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ലിറ്ററേച്ചറിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു മേജർ വർക്കാണ്. 2016 ഇത് അദ്ദേഹം ഇറക്കിയത്. നമുക്ക് ഓവർവ്യൂ ഓഫ് ദ ബുക്ക് നോക്കാം. ഈ ഒരു ബുക്ക് ദ ഗ്രേറ്റ് ഡീറേഞ്ച്മെന്റ് അതൊരു നോൺ ഫിക്ഷൻ വർക്കാണ്. എങ്ങനെയാണ് ഹ്യൂമൻ കൾച്ചർ, എസ്പെഷ്യലി ലിറ്ററേച്ചർ, പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി, ക്ലൈമറ്റ് ചേഞ്ചിനെ കൺഫ്രണ്ട് ചെയ്യാൻ ഫെയിലായി പോയത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ലിറ്ററേച്ചറിലൂടെയും പൊളിറ്റിക്സിലൂടെയും ഹിസ്റ്ററിയിലൂടെയും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് അതിനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തടയാനായിട്ടുള്ള തടയാൻ പറ്റിയില്ല അവർക്ക്. ആ ഒരു ഫെയിലറാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഈ ഒരു കളക്റ്റീവ് ഫെയിലിയർ, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫെയിലിയറാണിത്. അതിനെയാണ് ഗ്രേറ്റ് ഡീറേഞ്ച്മെന്റ് എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് മാസ് മാഡ്നസ് അല്ലെങ്കിൽ മാസ് ബ്ലൈൻഡ്നെസ്. ഹ്യൂമാനിറ്റി ബ്ലൈൻഡായിട്ട് ബിഹേവ് ചെയ്തു ടുവേർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ഹ്യൂമാനിറ്റി ഒരു ക്ലൈമറ്റ് ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ അതിനെ റിയലൈസ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും അതിനുവേണ്ടി ആക്ഷൻ എടുക്കാനും നമ്മൾ റെഫ്യൂസ് ചെയ്തു. സോ നമ്മൾ ബ്ലൈൻഡായിട്ട് ബിഹേവ് ചെയ്തു. അതാണ് ഇവിടെ ഗ്രേറ്റ് ഡീറേഞ്ച്മെന്റ് എന്ന് ഇദ്ദേഹം വിളിച്ചിരിക്കുന്നത് ഈ ബുക്കിനകത്ത്. നമ്മുടെ സ്റ്റോറി, നമ്മുടെ ആർട്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്ലാനറ്റ്, അതായത് നമ്മൾ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാനറ്റിനെ അങ്ങ് സ്റ്റേബിളാക്കി വെക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കവിതയൊക്കെ എഴുതുന്നത്, പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണമാണ് ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുന്നതും ഇല്ല. ഈ ബുക്കിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് പാർട്ടിലെ സെക്ഷൻ 1 to 4 ആണ്. പാർട്ട് 1 ടൈറ്റിൽ സ്റ്റോറീസ് എന്നാണ്. അത് ലിറ്ററേച്ചറും നറേറ്റീവിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മോഡേൺ നോവൽസും സ്റ്റോറീസും എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നില്ല, സ്ട്രേഞ്ച് വെതർ ഇവൻസിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. മോഡേൺ നോവൽസ് എന്ന് പറയുന്നത് ഓർഡിനറി ലൈഫ് ആൻഡ് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് ഫ്ലഡിനെ കുറിച്ചോ സ്റ്റോമിനെ കുറിച്ചോ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ലിറ്ററേച്ചറും ബ്ലൈൻഡ് ആണ് ടുവേർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച്. പാർട്ട് 2 ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. കൊളോണിയലിസം, ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇതൊക്കെ എങ്ങനെയാണ് ഹ്യൂമൻ ഡോമിനേഷൻ, അതായത് ഇതൊക്കെ എങ്ങനെയാണ് നേച്ചറിനെ നശിപ്പിച്ചത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ ഡോമിനേറ്റഡ് ആക്കി മാറ്റിയത്. ക്ലൈമറ്റ് ചേഞ്ച് ഒരു ടെക്നിക്കൽ സയന്റിഫിക് പ്രോബ്ലം അല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ കാര്യം കൂടിയാണ്. പാർട്ട് 3 ആണ് പൊളിറ്റിക്സ്. പാർട്ട് 3 ഗവൺമെൻറ് എങ്ങനെ ഫെയിൽ ആവുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഫെയിൽ ആവുന്നു ക്ലൈമറ്റ് വാർണിംഗ് കൊടുക്കാതെ. അപ്പം അതിനുവേണ്ടി പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം തീംസ് അപ്പം നമുക്കിനി ഇതിനകത്ത്
അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലൈമറ്റ് ക്രൈസിസ് ഉള്ള ഏജിലാണ് താമസിക്കുന്നത്. പക്ഷേ നമ്മൾ ആക്ട് ചെയ്യുന്ന നത്തിങ് ഇസ് ഹാപ്പനിങ്, ആ ഒരു ഇതിലാണ്, നമ്മൾ ചിന്തയിലാണ് പോകുന്നത്. ഈ ഒരു സ്ട്രേഞ്ച് സിറ്റുവേഷനെയാണ് ഇദ്ദേഹം ദ ഗ്രേറ്റ് ഡീറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു വാർണിംഗ് ആണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ക്രൈസിസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സമ്മറി നോക്കുവാണ്. സെക്ഷൻ 1ന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ 4 സെക്ഷനാണ് നമുക്ക് പാർട്ട് 1ൽ നിന്ന് പഠിക്കാനുള്ളത്. അമിതാവ് ഘോഷ് തുടങ്ങുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൗ വി സംടൈംസ് മിസ്റ്റേക്ക് സംതിങ് ഇനാക്റ്റീവ് ഫോർ സംതിങ് എലൈവ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വെള്ളത്തിലൊരു തടിക്കഷ്ണം കാണുവാണ്. അത് കണ്ടിട്ട് നമ്മൾ തടിക്കഷ്ണമാണെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് അത് ക്രൊക്കോഡൈലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും അത് നമ്മളെ തിരിച്ച് കടിക്കത്തില്ല, അല്ലെങ്കിൽ അത് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും എലൈവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനുമായിരിക്കും അത് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പക്ഷേ അത് റിയലൈസ് ചെയ്യത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ ഇങ്ങനെയാണ്. ഇതിനാണ്, അതായത് നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും പാസീവായിട്ടിരിക്കത്തില്ല. ഹ്യൂമൻ ബീങ്സ് പക്ഷേ പാസീവായിട്ടിരിക്കുവാണ് നേച്ചറിൻ്റെ കാര്യങ്ങളിലെല്ലാം. ഒരു എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാലും ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചാലും ഒന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് കാണിച്ചു വിട്ടിട്ട് പിന്നെ അങ്ങ് വിടുവാണ് നമ്മൾ, എന്തെങ്കിലും ആയി വരട്ടെ എന്നുള്ള രീതിയിൽ. നേച്ചർ ഒരിക്കലും പാസീവായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ലെന്നാണ് ആര് പറയുന്നത്? അമിതാവ് ഘോഷ് പറയുന്നത്. ആൻഡ് എങ്ങനെയാണ് നമ്മുടെ ആൻസസ്റ്റേഴ്സ്, അവരൊക്കെ എക്കോളജിക്കൽ റെഫ്യൂജീസ് ആയിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒരു നദി, അതായത് എക്കോളജിക്കൽ റെഫ്യൂജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ, അതായത് അവർ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ റെഫ്യൂജികളെ പോലെ ഓടി ഒളിക്കേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് അവരുടെ വീട് വിറ്റിട്ട് പോയി മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് പലപ്പോഴായിട്ടും. അമിതാവ് ഘോഷിൻ്റെ ഫാമിലിക്കും അങ്ങനെ മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹി കോട്ട്സ് ദാറ്റ് ബിക്കോസ് എ റിവർ ചേഞ്ച്ഡ് ഇറ്റ്സ് കോഴ്സ്. ഒരു നദിയുടെ കോഴ്സ്, അതായത് നദിയുടെ ഒഴുക്ക് മാറിയതുകൊണ്ട് അവരുടെ വില്ലേജ് ഫുൾ നശിച്ചു പോയി. സോ അതുകൊണ്ട് അവർക്ക് അവരുടെ വീട് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. നേച്ചറിൻ്റെ ആക്ഷൻസ് വളരെ സഡനാണ്, പക്ഷേ ഒരിക്കലും പുതിയതായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നേച്ചർ പാസീവായിട്ടല്ല ഇരിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവർക്കൊക്കെ ഇക്കോളജിക്കൽ റെഫ്യൂജീസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റിൻ്റെ ഓരോ ഡിസാസ്റ്റേഴ്സ് കാരണം ഇവർക്കെല്ലാം റെഫ്യൂജികളെ പോലെ, അഭയാർത്ഥികളെ പോലെ ഇവർക്കൊക്കെ ഓടി ഒളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെമ്മറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഓഫ് റെക്കഗ്നീഷൻ കൊടുത്തത്. അതായത് നേച്ചറിനെ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നേച്ചറിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചാലും അതിന് ഹ്യൂജ് ഇമ്പാക്റ്റ് പുറകെ വരുന്നുണ്ടെന്ന് വി ഷുഡ് റെക്കഗ്നൈസ്. ഇവർക്ക് കൊച്ചിലെ തൊട്ടേ ഇവരുടെ ഫാമിലി എല്ലാം ഇത് മനസ്സിലാക്കി ജീവിച്ചുകൊണ്ട് ഇവർക്ക് ആ ഒരു ബോധമുണ്ട്. പക്ഷെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഇനി ജീവിക്കുന്ന തലമുറയ്ക്കും ആ ഒരു ബോധമില്ല, ഒരു കോൺഷ്യസ്നെസ് ഇല്ല എന്നാണ് പറയുന്നത്. ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഇല്ലാതെയാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന്. ആ ഒരു ഐഡിയ ഓഫ് റെക്കഗ്നീഷൻ ഇവർക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയതും ഈ ഒരു ബുക്ക് എഴുതുന്നതും ഒക്കെ. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം നേച്ചറിനെ. എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേച്ചറിനെ? സോ ഈ ഒരു റെക്കഗ്നേഷൻ, അതായത് നേച്ചർ, വെതർ, റിവർ, സ്റ്റോംസ്, ഇതിനെല്ലാം പവർ ഉണ്ടെന്നും നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനറലി എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. പക്ഷെ നമ്മളെ ഫോഴ്സ്ഫുൾ ആയിട്ട് നേച്ചർ എന്തായാലും നമ്മളെ കൊണ്ട് നോട്ടീസ് അത് ചെയ്യിപ്പിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹം. സെക്ഷൻ 2-നകത്ത് അമിതാവ് ഘോഷിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻ 1978 വൈൽ ഹി വാസ് ഡൂയിങ് ഹിസ് PG ഇൻ ഡൽഹി, അദ്ദേഹം ഒരു സൈക്ലോണിൽ അകപ്പെട്ടു പോയി, ഒരു വയലന്റ് ആൻഡ് അൺയൂഷ്വൽ സ്റ്റോമിൽ. അപ്പോൾ അദ്ദേഹം റീകോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോമിൻ്റെ ഐ ഓഫ് ദ സ്റ്റോം എന്ന് വെച്ചാൽ സെൻറ്റർ പോർഷൻ, ആ ഒരു സ്റ്റോമിൻ്റെ സെൻറ്ററിൽ അദ്ദേഹം എത്തപ്പെട്ടു. ഒരു സ്ട്രേഞ്ച് സൈലൻസ് ആയിരുന്നു അവിടെയെന്ന്. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് മനസ്സിലാക്കി തന്നത് നമ്മൾ എന്താണോ ഓർഡിനറി ആയിട്ട് തോന്നുന്നു, അതായത് നേച്ചറിനെ നമ്മൾ ഓർഡിനറി ആയിട്ടാണ് കാണുന്നത്, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആണ് നേച്ചർ എന്ന് അന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. ആ ഒരു സ്ട്രോങ് എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഒരുപാട് ലൈഫിൽ ഇങ്ങനെ നേച്ചറിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഇങ്ങനെയുള്ള ഈവൻറ്റ്സ് റെയറായിട്ടേ വരുന്നുള്ളൂ എങ്കിലും ഇതെല്ലാം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, എവറിഡേ ലൈഫിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിനെ നമ്മൾ റെയറായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ വിയേർഡായിട്ട് ഡിസ്മിസ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നേച്ചറിൻ്റെ ഓരോ എലമെൻറ്റ്സ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സെക്ഷൻ 3-കകത്ത് അദ്ദേഹം പറയുന്നത് വൈ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്സ്ട്രീം നാച്ചുറൽ ഇവൻറ്റ്സ് ഹാവ് ട്രബിൾ ഫൈൻഡിങ് എ പ്ലേസ് ഇൻ മെയിൻ സ്ട്രീം നോവൽസ്. എന്തുകൊണ്ടാണ് നോവൽസും ഷോർട്ട് സ്റ്റോറീസിനകത്തൊന്നും ഇതിനെ അഡ്രസ്സ് ചെയ്ത് എഴുതാത്തത്? ഇപ്പോൾ ലിറ്റററി ജേർണൽസ് ആണെങ്കിലും റിവ്യൂസ് ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും ക്ലൈമറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിട്ട് റൈറ്റേഴ്സ് എഴുതത്തുള്ളൂ.
ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് വൺ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ നോവലിൻ്റെ റൂൾസിനനുസരിച്ച് നോർമലായിട്ട് എവറിഡേ ലൈഫിൽ എന്താണോ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, അവരുടെ ഇമോഷൻസ്, അവരുടെ റിലേഷൻഷിപ്സ്, ഇത് തന്നെയാണ് മിക്കവാറുമുള്ള മോഡേൺ നോവൽസിൽ തീംസ് ആയിട്ട് വരുന്നത്. ഈ നേച്ചറിൻ്റെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ നേച്ചറിൻ്റെ ആ ഒരു ഫ്ലോയെ തകർക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തീമായിട്ട് എവിടെ വരത്തില്ല, നോവൽസിനകത്ത് എന്തുകൊണ്ട് വരുന്നില്ല എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, എസ്പെഷ്യലി മോഡേൺ നോവൽസിൽ. ആൻഡ് ഇൻ സെക്ഷൻ 4 ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആന്ത്രോപൊസീൻ എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സ് ബീയിങ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ഇപ്പോൾ ജിയോളജിക്കൽ ഏജൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ആക്ഷനാണ് എർത്തിൻ്റെ സിസ്റ്റത്തിനെ ഫണ്ടമെൻ്റലി മാറ്റുന്നത്. അതും ഒരിക്കലും തിരിച്ചാക്കാൻ പറ്റാത്ത രീതിയിലാണ് മാറ്റുന്നത്. എങ്ങനെയാണ് ഈ ലിറ്ററേച്ചറിനകത്ത് അല്ലെങ്കിൽ ലിറ്റററി കൾച്ചറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസിൽ എന്തുകൊണ്ട് ക്ലൈമറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുന്നില്ല? സീസൺസ് മാറുന്നു, വെതറിൻ്റെ ബിഹേവിയർ മാറുന്നു, ആ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ എല്ലാം മാറുവാണ്. നമുക്ക് പണ്ട് പറയാം ജൂണിലെന്ന് പറയുന്നത് മഴയായിരിക്കും, സ്കൂൾ തുറക്കുന്ന സമയത്ത് ദർ വിൽ ബി റെയിൻഫോൾ അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി റെയിനി സീസൺ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെല്ലാം ഇപ്പം നേച്ചർ പെട്ടെന്നായിട്ട് വൈൽഡായിട്ട് പോവുകയാണ്. ഈ അസംഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് വളരെ ഡ്രാസ്റ്റിക് ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായെങ്കിലും വി ആർ നോട്ട് അറ്റ് ഓൾ റെഡി ടു അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് സംതിങ് ഹ്യൂജ് ഇസ് കമ്മിങ് ഫ്രം നേച്ചർ. അതെന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ബ്ലൈൻഡായി ടേൺ ഓൺ ചെയ്യുന്നു എന്നാണ് ആര് ചോദിക്കുന്നത്? അമിതാവ് ഘോഷ് ചോദിക്കുന്നത്. ആൻഡ് ഹി സജസ്റ്റ് ദാറ്റ് നൗ ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഹാപ്പനിങ്, ഈ അസംഷൻസ് അല്ല, അതായത് എന്താ പറയുന്നത്, നേച്ചറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നും അടുത്ത സീസണിൽ എന്ത് സംഭവിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അസംഷൻസ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. ലിറ്ററേച്ചറും ഇത് മനസ്സിലാക്കി, റൈറ്റേഴ്സും ഇത് മനസ്സിലാക്കി, ഹ്യൂമൻ ബീയിങ്സിനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻവയോൺമെൻറ്റൽ ക്രൈസിസിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിനെ മനസ്സിലാക്കി, ആ നേച്ചറിൻ്റെ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയെ മനസ്സിലാക്കി അതിനെ ഒരു സീരിയസ് ഫിക്ഷനാക്കി എഴുതാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ റൈറ്റേഴ്സ് അങ്ങനെ ശ്രമിക്കണം എന്നുള്ളതാണ് അദ്ദേഹം സെക്ഷൻ 4 പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർക്കിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചും ഹ്യൂമൻ ബീയിങ്സ് എന്തുകൊണ്ട് ഇതിനെ ഡിനൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നു, ലിറ്ററേച്ചറിൻ്റെ ലിമിറ്റ് എന്താണ്, ഈ എക്കോളജിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ചൊന്നും ലിറ്ററേച്ചർ സംസാരിക്കുന്നില്ല, അതെന്തുകൊണ്ട്, ഗ്ലോബലിൽ അതായത് പിന്നെ നേച്ചറിൻ്റെ അതായത് ടുവേർഡ്സ് നേച്ചർ ഹ്യൂമൻ ബീയിങ്സിന് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ മോറൽ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്തത് എന്തുകൊണ്ട്, ആന്ത്രോപൊസീൻ എന്നുള്ള കോൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോൺ ഫിക്ഷണൽ വർക്കിനകത്ത് ഇദ്ദേഹം ഈ ഒരു പാർട്ട് 1 ഇദ്ദേഹം 4 സെക്ഷനിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.